ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കോവയ്ക്കൊണ്ട് എങ്ങനെ തോരൻ വയ്ക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ കോവയ്ക്കൊണ്ട് തോരൻ വയ്ക്കാൻ ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ എനിക്കറിയണതൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കോവയ്ക്കൊണ്ട് തോരൻ വയ്ക്കുമ്പോൾ എന്തൊക്കെ ചേർക്കണത് വെച്ചാൽ കോവയ്ക്ക, അതുപോലെ തന്നെ വലിയ ഉള്ളി, വേപ്പിൻ്റെ ഇല, നാളികേരം, പച്ചമുളക്, പിന്നെ തക്കാളി, ഇവയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ കോവയ്ക്കൊണ്ട് തോരൻ വയ്ക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കും കേട്ടോ. അപ്പോൾ ഇവയെല്ലാം ചെറുതാക്കി നുറുക്കിയിട്ട് വലിയുള്ളി, തക്കാളിയും കോവയ്ക്കൊക്കെ ചെറുതാക്കി നുറുക്കിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായ കടുക് പൊട്ടിച്ചിട്ട് പിന്നെ ഈ വേപ്പിൻ്റെ ഇലയും വലിയ ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ടിട്ടൊന്ന് നല്ല വാട്ടിയിട്ട് കുറച്ച് വാട്ടുമ്പോൾ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കണം കേട്ടോ. എന്നിട്ടാണ് വാട്ടേണ്ടത്. എന്നിട്ട് അത് വാടിക്കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക നുറുക്കിയത് ഉണ്ടല്ലോ അത് അതിൽ ചേർത്തിട്ട് നാളികേരം ചിരവി വെച്ചതുണ്ട് അതും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു 5 മിനിറ്റൊക്കെ മതി വേവിച്ചെടുക്കാം. ഞാൻ അതിൽ വെള്ളം ഒഴിക്കാറില്ല. വെള്ളം ഒഴിക്കാത്തത് എന്ന് വെച്ചാൽ തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ചേർക്കുമ്പോൾ അതിൻ്റെ നീര് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു കോവയ്ക്കത്തോരൻ റെഡി ആയി കിട്ടും നമുക്ക് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കോവയ്ക്കത്തോരനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും വേണം. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.